സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ CPM നേതാവ് A. പത്മകുമാറിനെതിരെ ഒടുവിൽ CPM നടപടിക്കൊരുങ്ങുകയാണ്. നാളെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പങ്കെടുക്കുന്ന നിർണായക ജില്ലാ കമ്മിറ്റി യോഗം നടപടി തീരുമാനിക്കും. കടുത്ത നടപടിയിലേക്ക് പാർട്ടി കടക്കുന്നുവെന്ന സൂചന ഇന്ന് മുതിർന്ന നേതാക്കളുടെ വാക്കുകളിൽ തന്നെയുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആത്മഹത്യ എഴുതുന്ന ഒരു പൊതുവെയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മഹത്യ എഴുതുന്നുണ്ടല്ലോ, അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമായിട്ട് വരികയും അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യം. അക്കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. പത്മകുമാർ എന്താണോ പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ടില്ല. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരുപക്ഷെ LDF സർക്കാർ താഴെ വീഴാൻ കാരണമായത്, പിണറായി വിജയൻ സർക്കാർ താഴെ വീഴാൻ കാരണമായതിൽ പ്രധാനം ഈ സ്വർണ്ണക്കൊള്ളക്കേസ് തന്നെയായിരുന്നു. അന്ന് കടുത്ത പ്രതിരോധത്തിലായപ്പോൾ പോലും പത്മകുമാറിനെതിരെ നടപടി എടുത്തിരുന്നില്ല പാർട്ടി. പക്ഷേ നാളെ ചേരുന്ന യോഗത്തിന് ശേഷം പുറത്തേക്ക് പോകും പത്മകുമാർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലേ? നേതാക്കളോട് സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനും നടത്തിയ പ്രതികരണങ്ങളിലും അതിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകിയതാണ് ഇത്ര വലിയ തോൽവിക്ക് കാരണമെന്ന് പാർട്ടി ഇതിനകം തന്നെ കണ്ടെത്തി അത് റിപ്പോർട്ടിംഗ് ആയി കീഴ്ഘടകങ്ങളിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നടപടി കാര്യം ഉറപ്പാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമായിരിക്കും നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലെടുക്കുക. സംസ്ഥാന സെന്ററിനെ പ്രതിനിധീകരിച്ച് തോമസ് ഐസക്കും VN വാസവനുമാണ് ആ യോഗത്തിൽ പങ്കെടുക്കുക. ഒരുപക്ഷെ സജി ചെറിയാൻ കൂടി പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ വികാരം എന്താണ് എന്ന് യോഗത്തിന് മുമ്പ് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ അവർ അറിയിക്കുകയും ചെയ്യും. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പുറത്താക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം അത് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കണം. കാരണം ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് അത് നടപ്പിലാക്കാൻ പറ്റുക. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും അതിൽ തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അത് നാളെ തന്നെ തോമസ് ഐസക്കോ മറ്റോ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരി, ഏതായാലും പത്മകുമാർ പുറത്തേക്ക് പോവുകയാണ്. പാർട്ടി കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ പാർട്ടി നടപടി ഉറപ്പായതോടെ സമ്മർദ്ദതന്ത്രവുമായി CPM നേതാവ് പത്മകുമാർ രംഗത്തെത്തിയിട്ടുണ്ട്. യുവതീ പ്രവേശനത്തിലും സ്വർണ്ണക്കൊള്ളയിലും വെളിപ്പെടുത്തൽ നടത്താൻ നീക്കുമെന്നാണ് സൂചന. യുവതീ പ്രവേശന സമയത്ത് തന്നെയും ADGP ശ്രീജിത്തിനെയും സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമം നടന്നു എന്നാണ് ആരോപണം. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി ആത്മകഥ പുറത്തിറക്കാൻ പത്മകുമാർ തയ്യാറെടുക്കുന്ന കാര്യം ചില സുഹൃത്തുക്കളെ അദ്ദേഹം അറിയിച്ചു എന്ന് കൂടി അറിയുന്നു. സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, ഉറപ്പായും പാർട്ടി എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുത്തില്ല ഇത്രയും കാലം എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ നടപടി ഉറപ്പായ സമയത്ത് അദ്ദേഹം പയറ്റുന്ന സമ്മർദ്ദതന്ത്രം അത് ഫലം കാണുമോ? ആത്മകഥ എഴുതാൻ പോകുന്നു എന്നൊക്കെയാണ് വിവരം. അദ്ദേഹം അങ്ങനെ ഇല്ല എന്ന് നമ്മുടെ പ്രതിനിധി പ്രവീണിനോട് ഫോൺ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആത്മകഥ വരട്ടെ, ആർക്കും ആത്മകഥ എഴുതാമല്ലോ എന്നായിരുന്നു പിണറായി വിജയന്റെയും ഇന്നത്തെ പ്രതികരണം. ഏതായാലും പത്മകുമാറിന്റെ തുടർ നീക്കങ്ങൾ കൂടി നിർണായകമാകുമല്ലേ? വിനീത്, അതായത് ഈ വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മകുമാർ ആത്മകഥ എഴുതുന്നതിലേക്ക് പോകുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളിലേക്ക് അദ്ദേഹം പോകും എന്ന തരത്തിലുള്ള സൂചനകൾ സുഹൃത്തുക്കൾ വഴി അദ്ദേഹം പങ്കുവെക്കുന്നു. അതിലെ സമ്മർദ്ദം എന്താണ് അത് ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമായിരുന്നു എന്നാണ് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് ഈ യുവതീ പ്രവേശന ഘട്ടത്തിൽ സന്നിധാനത്ത് നിന്ന് ADGP ശ്രീജിത്തിനെയും തന്നെയും മാറ്റി നിർത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു മുൻ മന്ത്രിയെ സൂചിപ്പിച്ചുള്ള ചില പരാമർശങ്ങൾ എന്ന് തുടങ്ങി ഈ കാര്യത്തിലെ പല വെളിപ്പെടുത്തലുകളും ആകും ആത്മകഥയുടെ ഉള്ളടക്കം എന്ന് സൂചിപ്പിക്കും വിധം, എന്ന് ദ്യോതിപ്പിക്കും വിധം ചില കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്. സ്വാഭാവികമായ ഒരു സമ്മർദ്ദ നീക്കം എന്ന് വിലയിരുത്തപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മളടക്കം തേടിയത്. അപ്പോൾ അതിന്റെ സാധ്യതയും അപകടവും ഒക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കും അതിൽ നടപടി അനിവാര്യമാണ് എന്ന സൂചന നൽകും വിധമാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതായത് നടപടി യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ നീണ്ടുപോവുകയാണ്. അത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് തീരുമാനമെടുത്തതിന് ശേഷം നടപടിയിലേക്ക് പോകും എന്ന് CPM
സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുകയാണ്. അതായത് സമ്മർദ്ദ നീക്കത്തിന് വഴങ്ങില്ല എന്ന സൂചന പുറത്തേക്ക് നൽകിയെങ്കിൽ പോലും എത്രത്തോളം അതിലേക്ക് പോകും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നടപടി ഒഴിവാക്കൽ ഈ ഘട്ടത്തിൽ ഏതായാലും ഇത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയതോടെ നടപടി ഒഴിവാക്കൽ എന്നത് അസാധ്യമായി തീർന്നിട്ടുണ്ട്. പക്ഷേ പത്മകുമാറിന്റെ തുടർ നീക്കം ഏതായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യവും കൗതുകവും ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ശരി, അതാണ് പത്മകുമാർ ആത്മകഥ എഴുതുകയാണെങ്കിൽ അതിൽ സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനവും ഉൾപ്പെടെ വിവാദ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സജോ ദേവസ്യ വിശദാംശങ്ങൾ നൽകിയതിന് നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണ